വസന്ത താരകം പോലെ നീലക്കാവിൽ വിടർന്നൊരു കാട്ടുപൂവേ കാട്ടുപൂവേ പൂങ്കവിളന്തേ തൊടുത്തു നിന്റെ കണ്ണുകളെന്തേ തുളുമ്പി പൂങ്കവിളന്തേ തൊടുത്തു നിന്റെ കണ്ണുകളെന്തേ തുളുമ്പി വസന്ത താരകം പോലെ നീലക്കാവിൽ വിടർന്നൊരു കാട്ടുപൂവേ കാട്ടുപൂവേ. നമ്മൾ മാതൃഭൂമി അക്ഷരോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കനകക്കുന്നിൽ ഒരു പ്രൊമോ തയ്യാറാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ ഈ സ്വാമിയെ കണ്ടുമുട്ടിയത്. ഈ സ്വാമി നിസ്സാരനല്ല കേട്ടോ. കൊറോണ പോലുള്ള അസുഖങ്ങളെ സ്വാമി മുൻകൂട്ടി കാണുകയും അത് തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്വാമിയെ അടുത്തറിയാം. സ്വാമി, അങ്ങയുടെ പേരെന്താണ്? എൻ്റെ പേര് തുളസി. തുളസി. സ്വാമി തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരം കരിക്കാം ക്ഷേത്രത്തിൻ്റെ അടുത്ത്. സ്വാമിയുടെ ആ പ്രഡിക്ഷൻസിനെ കുറിച്ചൊന്ന് പറയാമോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്? പ്രഡിക്ഷൻസ്, പ്രവചനങ്ങൾ നമ്മൾ നടത്തിയതുണ്ടല്ലോ. കൊറോണയെ എത്ര ദിവസം മുമ്പ് സ്വാമി അറിഞ്ഞു? കൊറോണയെ 2 കൊല്ലത്തിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അടുക്കാറായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൊറോണ ഗുജറാത്ത് ഭൂമിവിലുക്കത്തെ പറ്റി, അടുത്ത വരാൻ പോണ ഭൂമിവിലുക്കത്തെ പറ്റി ഫേസ്ബുക്ക് കൊടുത്തിട്ടുണ്ട്. വിശാഖപട്ടണം ഷിപ്പ്യാർഡാണ് അടുത്ത ഭൂമിവിലുക്കം. എവിടെയാണത്? വിശാഖപട്ടണം ഷിപ്പ്യാർഡ്. വിശാഖപട്ടണം ഷിപ്പ്യാർഡിൽ അല്ലെ ഭൂമി ഉൽക്കൊണ്ടാവുന്ന പ്രവചിക്കുക. അത് എന്നായിരിക്കും സ്വാമി? അത് ഞാൻ ഡേറ്റ് ചെയ്തില്ല. അതിൽ ഇന്ത്യക്കകത്ത് വലിയ വരുന്ന 2 ഭൂമിവിലുക്കത്തെ പറ്റി ആദ്യം പറഞ്ഞ് ഗുജറാത്താണ്. അത് പലയിടത്തും ഞാൻ അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പത്രത്തിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് അവരൊന്നും ഇതിനൊന്നും മൈൻഡ് ചെയ്യില്ല. സ്വാമിയുടെ വേഷം കാണുമ്പോൾ ചിലർക്ക് അലർജിയായിരിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്യാസുകളൊക്കെ നമ്മൾ സ്വയമേ നാട്ടുകാരടുത്ത് മറ്റു പലയിടത്തൊക്കെ പറയുള്ളൂ. സുഹൃത്തുക്കളോടൊക്കെ പറയുള്ളൂ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം കേരളാമിലേക്ക് കൊണ്ടുപോയിട്ട് അവരൊന്ന് അത് അവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും അതിന് ഇടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ദിവ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കേരളാമയിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, നിരുത്സാഹപ്പെടുത്തി. അപ്പോൾ ഈ പ്രവചനങ്ങളെ പിന്നെ ഫേസ്ബുക്കിൽ കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ വേൾഡ് ട്രേഡ് സെന്റർ അങ്ങ് പ്രവചിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് എത്ര ദിവസം മുമ്പാ പ്രവചിച്ചത്? അത് 1-2 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു. ഇങ്ങനെ എനിക്ക് വന്ന് കയറി ചൈന മുഖേന വലിയ നാശനഷ്ടം രാജ്യത്തുണ്ടാവും എന്നുള്ളത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു. ഞാൻ ചുമ്മാ പറയല്ല, എൻ്റെ ആദ്യമൊക്കെ എൻ്റെ നാട്ടുകാരത്താണ് പറഞ്ഞു. ഓക്കെ. അങ്ങനെ കൊറോണ പ്രഡിക്ഷൻ, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ പ്രഡിക്ഷൻ, ഇനി വരാൻ പോകുന്ന വിശാഖപട്ടണം ഷിപ്പ്യാർഡിൽ ഉണ്ടാകാൻ പോകുന്ന ഭൂമി കുലുക്കത്തെക്കുറിച്ചുള്ള പ്രഡിക്ഷൻ, ഇതൊക്കെ നടത്തി. ആ സംസാരിച്ച കൂട്ടത്തിൽ ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് ആരോ കൊന്നു. അമ്മാവൻ ആ കുറ്റം ഏറ്റെടുത്തു, അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനായി. പക്ഷെ അയാൾ അതിൽ ഉറച്ചു നിൽക്കുമോ? കോടതിയിൽ അയാൾ അത് മാറ്റി പറയുമോ? താനല്ല കുറ്റം ചെയ്തതെന്ന് ചാൻസ് ഉണ്ട് എന്നാണ് ഞങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യം. യഥാർത്ഥ പ്രതി ഹരികുമാർ തന്നെയാണോ എന്ന കാര്യത്തെക്കുറിച്ച് നാട്ടുകാർക്കെന്ന പോലെ അഭിപ്രായത്തിൽ വ്യത്യാസം ഞങ്ങൾക്കുമുണ്ടായിരുന്നു. ഈ ചർച്ച അതിലും ഒരു പ്രസക്തമായ ഒരു പോയിന്റിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുകയായിരുന്നു. യഥാർത്ഥ പ്രതി ഹരികുമാർ തന്നെയാണോ എന്നുള്ളത്. നമ്മുടെ ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജ്യോത്സ്യൻ അവിടെയുണ്ട്. അദ്ദേഹത്തെ അറിയാമോ? കരിക്കകം ദേവിദാസൻ. അറിയോ? കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട്. ഓക്കെ. സുഹൃത്തു വല്ലതുമാണോ? ഇല്ല, പരിചയക്കാരനാണ്. പിന്നെ പുള്ളിപ്പറ്റി ഇങ്ങനെ ഒരു വേട് വന്ന് ഇനി ആദ്യത്തെ പത്ര റിപ്പോർട്ടിൽ വന്നത് പിന്നെ വീട്ടിൽ സഹോദരനും തമ്മിലുള്ള പ്രശ്നമാണ്. സഹോദരിയുടെ വൈരാഗ്യം കൊണ്ടാണ് ആ കൊച്ചിനെടുത്ത് കിണറ്റിയിട്ടതെന്ന് ഞാൻ പത്രം വായിച്ചതാ. പിന്നെ ദേവിദാസൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമെന്തോ അതെനിക്കറിയാൻ വയ്യ. ഒരിക്കലും ഒരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയോ കുട്ടീനെ കൊല്ലാൻ പറയുന്നത് അങ്ങനെ എനിക്ക് സംശയമുണ്ട്. അതും 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? പക്ഷേ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹാരം ചെയ്യാം. ഇങ്ങനെ ആരും അങ്ങനെ അഭിസംബോധന. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നൊരു സംഗതി, ആരെയും കരി വാരി തേക്കാൻ എല്ലാവർക്കും ഭയങ്കര വെപ്രാളമാണ് അല്ലേ എന്ന് തോന്നുന്നു. അതായത് പ്രത്യേകിച്ച് ഒരു പബ്ലിക് ഫിഗർ ഉള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുമല്ല. പക്ഷേ സ്വാമി, ഒരു കാര്യം ചോദിച്ചാൽ, നമ്മൾ ഈ വക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കെയർ ചെയ്യണ്ടേ? അല്ലെങ്കിൽ അപകടമല്ലേ?
ആൾക്കാരുമായി ബന്ധങ്ങളെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളത് കൂടുതൽ കെയർ ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പേരുദോഷം ഉണ്ടാവും. ഉണ്ടാവൂലേ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചാൻസ് വന്നിട്ടുണ്ടാവാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈ ബന്ധങ്ങൾ ഇപ്പൊ സ്വാമിയാണേലും ശരി, ഞാൻ സമീപിക്കുന്നത് ആരെയാണ് അല്ലെങ്കിൽ എന്നെ സമീപിക്കുന്നത് ആരെയാണ് എന്ന് വ്യക്തമായ ബോധം വേണം, അല്ലെങ്കിൽ അപകടമാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പേരുദോഷത്തിലൊക്കെ പോയതെന്ന് തോന്നുന്നു. ചിലപ്പോ നിരപരാധിയായിരിക്കും, നിയമം തെളിയിക്കട്ടെ, ശരിയല്ലേ? നമുക്കത് വിടാം. നമ്മുടെ വിഷയം എന്തായാലും അതല്ല. നമ്മുടെ വിഷയം തികച്ചും വ്യക്തിപരമാണ്, സ്വാമിയെ പരിചയപ്പെടുത്തലാണ്. ഈ സ്വാമി ഏകാന്തമായ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുംഭമേളയ്ക്ക് പങ്കെടുത്തിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു കുംഭമേളയ്ക്ക് ഞാൻ പങ്കെടുത്തെങ്കിലും ഞാൻ 14-15 അവിടെ സ്നാനം ചെയ്തു. സ്നാനം ചെയ്ത് 2 ദിവസം അവിടെ തങ്ങിയിട്ട് അവിടെ നേരെ പിന്നെ കാശി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ 2 ദിവസം കുളിച്ച് തൊഴുതു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ത്രംബകേശ്വർ, ബാംബെ. ഞാൻ അതിനൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, പോണ സമയത്ത് ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ ഒരു പ്രഡിക്ഷൻസ് ഇനി തോന്നുന്നത് അടുത്ത് പറഞ്ഞിരിക്കുന്നത് വിശാഖപട്ടണം ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഭൂമി കുലുക്കത്തിന്റെ ചാൻസ് ആണ് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു, ഇനി വരാൻ പോണ ഒന്നുണ്ട്. പലരും ചോദിച്ചു സമയം പറയാം, ഞാൻ സമയം പറയാറായില്ല. സംഭവിച്ചത് ഏതാണ്? ഗുജറാത്തിലാണല്ലേ? ഓക്കെ. ഇനി കൊറോണ പോലുള്ള എന്തെങ്കിലും അസുഖം നമ്മുടെ പ്രദേശത്തെയോ നാട്ടിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ? കൊറോണ പോലുള്ള അസുഖങ്ങളൊന്നും ഇപ്പം ഞാൻ കൂടുതൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ അങ്ങ് വലിയ ജ്ഞാനത്തിലല്ല. കാരണം നമുക്ക് ഇങ്ങനെ പോയി വരവുള്ള സഞ്ചാരവും കൂടുതൽ വെയിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഉള്ള ലിങ്കുണ്ട്, എങ്കിലും പറയാനുള്ളൊരു മൂടും നമുക്ക് വരണ്ടേ? വേണം. അത് ചില സമയത്ത് പറയണ്ടെന്ന് തോന്നും. എന്തായാലും ആനുകാലികമായി നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് കൂടി സ്വാമി അറിയുന്നുണ്ടല്ലോ. നമ്മുടെ കേരളം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും സദേൺ മോസ്റ്റ് പാർട്ടായിട്ടുള്ള കേരളം പണ്ടുകാലത്ത് ഇത്രയധികം ഒരു ക്രിമിനൽ ന്യൂസുകൾ നിറഞ്ഞു നിന്ന ഒന്നല്ല. പക്ഷെ ഈ ഇടയ്ക്കായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ പരസ്പരം കുത്തുന്നു, അച്ഛനെയൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ട് മക്കൾ ഗേറ്റടയ്ക്കുന്നു, പിന്നെ കാമുകന് വിഷം കൊടുക്കുന്നു, സ്വന്തം പിഞ്ചു കുഞ്ഞിനെ എടുത്ത് കിണറ്റിലേക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്? ജനറേഷൻ എന്ന് പറഞ്ഞത് എല്ലാവർക്കും കേരളത്തെ അപേക്ഷിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സമ്പന്നമായി നിൽക്കുന്ന കേരളത്തിൽ ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം ഇവിടെ വ്യവസായങ്ങളും പല കമ്പനികളിലൂടെ വരുമ്പോൾ പക്ഷെ അവരിവിടെ സ്ഥാനം ഉറപ്പിക്കുന്നില്ല, നില ഉറപ്പിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ഒന്നീ പാർട്ടി ഫണ്ട് ചോദിക്കും, പിന്നെ യൂണിയൻ പ്രശ്നം. അപ്പം നമ്മുടെ വിദ്യാഭ്യാസമുള്ള കേരളത്തിലുള്ള ജനങ്ങൾ പല സ്റ്റേറ്റിലും പണിക്ക് പോവുകയാണ്, അന്യരാജ്യങ്ങളും വന്നു. പക്ഷെ അത് നമ്മളിവിടെ വ്യവസായങ്ങൾക്ക് ഇടം കൊടുക്കുക, അത് നമുക്ക് മെയിനായിട്ടുള്ള ആവശ്യം. ഇത്രയും വിദ്യാഭ്യാസമുള്ള അറിവുള്ള സ്ഥലങ്ങളിൽ വീട്ടിലെ അച്ഛനമ്മമാർക്ക് ഇന്നത്തെ ജനറേഷനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നിർബന്ധ ബുദ്ധിയും പിടിവാശി വേണം. ഒരു അച്ഛനമ്മമാരും പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നത്തെ ജനറേഷൻ അച്ഛനമ്മയ്ക്കുന്ന ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് പ്രാതിനിധ്യം കൊടുക്കാറില്ല. അവർ പറയുന്നത് നിലപാട് നിലയ്ക്കുക, അവർ പറയുന്നത് ചെയ്യുക, അങ്ങനെ ഒരു ഇതാണ്. അത് മാറാതിരിക്കില്ല, മാറിയേ പറ്റും. പക്ഷെ അവർ തിരിച്ചറിയുമ്പോഴേക്ക് കുറച്ച് കാലം വൈകി പോയിരിക്കും, അതാണ് പ്രശ്നം. എന്തായാലും സാധാരണ രീതിയിൽ ഒരു ജനറേഷൻ ഗ്യാപ്പൊക്കെ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയധികം ഒരു ഹ്യൂജ് ഗ്യാപ്പ് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് പക്വതയും ബഹുമാനം. പണ്ട് തന്നെ ഒരാളിൽ നമ്മളിപ്പോൾ ഒരു വയസ്സായ ഒരാളിനെ കാണാൻ മടത്ത് കെട്ടി താത്തിടും, ഒരു സിഗരറ്റ് ചെയ്യുന്ന ഒരാളിന് മുമ്പെന്ന് വലിക്കില്ല. അവർ നമ്മുടെ ആരും ആവണമെന്നില്ല. പക്ഷെ അന്നത്തെ പഴയ ആൾക്കാരെന്ന് പറയുന്നത് അറിവും ആരോഗ്യവും അന്തസ്വാഭിമാനമുള്ളവരാണ്. കാരണം അന്നത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ജോലി ചെയ്യും. അന്നത്തെ വ്യവസായം കമ്പനിയൊന്നും ഇല്ലെങ്കിലും എല്ലാവരും പണിയെടുക്കും. അങ്ങനെ ഒരു കഴിവും ആരോഗ്യമുള്ള ആൾക്കാരാണ്. അന്നത്തെ ആഹാരത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇന്നല്ല, ഇന്ന് ഇവിടെ ചായ തന്നെ നേരെ കുടിക്കാൻ കഴിയും. കാരണം ഇവിടെ പാലുകൾ ഇവിടെ നിരോധിച്ച പാലുകളുണ്ട്. ഇന്നും ആ പാല് നിരോധിച്ചിട്ട് വീണ്ടും ആ പാൽ ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. കാരണം അത് ആരുടെ കളിയാണ്? പാല്, അതേപോലെ മരുന്നുകൾ, അതെ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ പലതും നിരോധിച്ചതാണ്. വീണ്ടും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ടാർട്ടാറിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കലർത്തി വരുന്ന മിക്സർ ധാരാളമായിട്ട് മാനുഫാക്ചർ ചെയ്തൊരു കമ്പനിയെ ഈ ഇടയ്ക്ക് പൂട്ടിപ്പിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ ചായ കുടിച്ച് ആ ചായക്ക് നമ്മുടെ സാധാരണ കുടിക്കുമ്പോൾ ചായ അല്ല, ആ പാല് നിരോധിച്ചിട്ട് പോലും വീണ്ടും ആ പാലിന് വീണ്ടും ഇവിടെ. അപ്പം ഇവിടെ അതിന് എന്താ ഒരു എന്തെങ്കിലും സാഹചര്യങ്ങൾ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്ത് സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷെ നമ്മളത് കുടിക്കേണ്ടി വരുന്നു, നിർബന്ധം. അതെ, നമ്മൾ കുടിക്കേണ്ടി വരും. നമുക്ക് അതേ കിട്ടുന്നുള്ളൂ, സർവ്വസാധാരണമായിട്ട്. സാധാരണ ഗവൺമെന്റ് നിരോധിച്ചതാണ്, വീണ്ടും അത്. അപ്പം നമ്മൾ വ്യക്തി പ്രഡിക്ഷൻസ്, ആനുകാലിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്തു പോയി. ഇനി ഒരു ഗാനം, ഏതെങ്കിലും ഒരു നല്ലൊരു ഗാനം, 4 വരി മതി, നല്ലൊരു പാട്ട്, 4 വരി.
അയ്യോ, ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇരുന്ന് ഇവിടെ ഇരുന്ന് മൂളിപ്പാട്ട് പാടുന്ന കണ്ടായിരുന്നു. അത് ഞാൻ പാടിയും പരിപാടിക്ക് ചെയ്തുകൊണ്ടിരുന്ന. ഞാൻ കാലത്തിരുന്നാൽ സംഗീതം പഠിച്ചതാ. ഏതെങ്കിലും ഒരു പഴയ സിനിമാ പാട്ടായാലും മതി, അതാണ് നല്ലത്. ഞാനും ഒരുപാട് പാട്ട് വേണം. പാട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വൈബ്. ഓർത്തിട്ട് പാടിയാൽ മതി, കുഴപ്പമില്ല. ഇത് ചെയ്തുള്ളതുകൊണ്ട് ഈ ശബ്ദം ചുമ വന്നാലും കുഴപ്പമില്ല. വസന്ത താരകം പോലെ നീലക്കാവിൽ വിടർന്നൊരു കാട്ടുപൂവേ, കാട്ടുപൂവേ, പൂങ്കവിളന്തേ തൊടുത്തു നിന്റെ കണ്ണുകളെന്തേ തുളുമ്പി, പൂങ്കവിളന്തേ തൊടുത്തു നിന്റെ കണ്ണുകളെന്തേ തുളുമ്പി, വസന്ത താരകം പോലെ നീലക്കാവിൽ വിടർന്നൊരു കാട്ടുപൂവേ, കാട്ടുപൂവേ. വളരെ നന്നായിട്ട് പാടി. ആ, നന്നായിട്ട് പാടി. കാരണം എന്തൊരു ഫീലാണ് ആ പാട്ടിന്. ഞാൻ പാടിയിട്ട് വർഷങ്ങളോളായി. ഞാൻ പാടാറില്ല. ശരി ശരി. സാധകം ചെയ്യാറില്ല. പണ്ടൊക്കെ സാധകം ചെയ്ത് അമ്പലത്തിലേക്ക് കിടക്കുമ്പോൾ സാധകം ചെയ്ത് തിരുവനന്തപുരം കോവില്, പിന്നെ ശംഖുമുഖം, പല ക്ഷേത്രങ്ങളിൽ ഇരുന്ന് പാടുമായിരുന്നു. ഇനിയും നമുക്ക് പ്രോഗ്രാം ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രോഗ്രാം ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. സാഹചര്യങ്ങൾ ചിലത് പറ്റുന്നില്ല. ഇങ്ങനെ ടൂറാണ്, സഞ്ചാരമാണ് എപ്പോഴും. ഓക്കെ സ്വാമി, ഇത്രയും നേരം നമ്മുടെ കൂടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാര്യം പറഞ്ഞതിനും നല്ലൊരു പാട്ട് പാടിത്തന്നതിനും ഒത്തിരി നന്ദി. നമസ്കാരം. പാട്ട് കൊള്ളാമോ?